അതുപോലെ തന്നെ കിച്ചണില് സ്ലാബും ചെയ്യരുത്, മോഡുലാർ കിച്ചൺ തന്നെ ചെയ്യണം. എന്നാലാണ് കിച്ചണിൽ നമുക്ക് പെരുമാറുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഇപ്പൊ വീണയുടെ ഹൈറ്റ് ആയിരിക്കണം എന്നില്ല എൻ്റെ ഹൈറ്റ് ആയിരിക്കണം എന്നില്ല വേറൊരു. അപ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് കിച്ചൺ പണിയാണെങ്കിൽ മോഡുലാർ കിച്ചൺ വേണം. സ്ലാബ് അടിക്കുന്നത് അവരുടെ ഒരു അളവിനാണ് അടിക്കുന്നത്. അതെ, ആ ചെയ്യുന്ന ആളുടെ അളവിനാണ് അടിക്കുന്നത്. ഇപ്പൊ വീണ ഒരു കിച്ചൺ ചെയ്യുന്ന സമയങ്ങളിൽ, ഒരു മോഡുലാർ കിച്ചൺ ചെയ്യുന്ന സമയങ്ങളിൽ വീണയുടെ ഏത് ഹൈറ്റിൽ പണിയണം എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ? വീണയുടെ കിച്ചൺ ഏത് ഹൈറ്റിലായിരിക്കും? സത്യം, അതെ, ഞാൻ വീട്ടിലുള്ള ചേച്ചിയുടെ ഹൈറ്റിനായിരിക്കും. ചേച്ചിയാണല്ലോ അടുക്കള. അപ്പോൾ ചേച്ചിയാണ് പണിയുന്നുണ്ടെങ്കിൽ, ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ഹൈറ്റ് എടുക്കുക, ഹൈറ്റ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് 5 സെന്റിമീറ്റർ കൂട്ടുക. അപ്പോൾ ടോട്ടൽ ഉയരം ഒരു 180 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 180 ഡിവൈഡഡ് ബൈ 2, 90 പ്ലസ് 5 സെന്റിമീറ്റർ ആണ് ഐഡിയലി ചെയ്യേണ്ടത്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരു ആവറേജ്, ഒരു മനുഷ്യന്റെ ഹൈറ്റ് എന്നുള്ള ഒരു ആവറേജ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. മിക്കവാറും സ്ത്രീകൾക്ക് നടുവേദന ഒരു 40 വയസ്സിലോ 35 വയസ്സിലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അയൺ ടേബിള് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടും കിച്ചന്റെ സ്ലാബ് എന്ന് വെച്ചാൽ മോഡുലാർ കിച്ചന്റെ ആ ഹൈറ്റില് ടോപ്പില്, കിച്ചന്റെ ടോപ്പ് കൃത്യമായ ഹൈറ്റിലും അല്ലാത്തത് കൊണ്ടാണ് മിക്കവാറും നടുവേദന വരുന്നത്, ഇവിടെ ബെൻഡ് വരുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ഒന്ന് ചെയ്യാനുള്ള അവസ്ഥ നമ്മൾ ക്രമീകരിക്കണം. അപ്പൊ മിക്കവാറും അയൺ ടേബിള് കൃത്യമാക്കി തന്നെ കുറെ കാര്യങ്ങളിൽ രക്ഷപ്പെടാൻ പറ്റുന്നതാണ്.